ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ചടങ്ങിൽ വെടിവെപ്പ് നടന്നു. ഇതോടെ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ശത്രുവിൻ്റെ ശക്തിയും ബുദ്ധിയും അമേരിക്കയുടെ സീക്രട്ട് പോലീസിനേക്കാണ് മെച്ചപ്പെട്ടതാണ് എന്നുള്ള അഭിപ്രായം ഡെമോക്രാറ്റുകൾ ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു, പ്രസിഡന്റിനെ വെച്ചിട്ട് കളിക്കുകയാണോ എന്നൊക്കെയാണ് ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് കില്ലർ എന്ന് നിങ്ങൾ തെളിയിക്കണം, ഹു ആർ കില്ലർ എന്ന് പറഞ്ഞിട്ട് പ്ലേ കാർഡ് എന്തിട്ട് പ്രകടനം നടത്തുന്ന ആളുകളെയും നഗരത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നു. ട്രംപും ഭാര്യയും വൈസ് പ്രസിഡന്റും അടക്കമുള്ള വലിയൊരു ഉന്നത സംഘം അവിടെ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായിരുന്നു. അതിൽ സെലിബ്രിറ്റികളും സിനിമാ നടന്മാരുമായിരിക്കുന്ന ആളുകൾ അടക്കം ഏകദേശം 2600 പേരാണ് പങ്കെടുത്തത്. വലിയ സുരക്ഷാ സന്നാഹത്തോടു കൂടിയാണ് പരിപാടി നടത്തിയത്. വാഷിങ്ടൺ DC ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ച് വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻ്റ് അസോസിയേഷൻ നടത്തിയ ചടങ്ങ്. ആ ചടങ്ങിനുള്ള പ്രത്യേകത വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് വർഷാന്തം ഈ ഒരു സംഘടന ഒരു അത്താഴ വിരുന്ന് നൽകാറുണ്ട്. ആ അത്താഴ വിരുന്നിലേക്കാണ് ട്രംപിനെയും ഭാര്യയെയും ട്രംപ് പങ്കെടുത്തിട്ടുണ്ട്, JD വാൻസ് പങ്കെടുത്തിട്ട് മറ്റ് ഉന്നതരുണ്ട്, ട്രംപിൻ്റെ ഭാര്യയുണ്ട്, ബന്ധപ്പെട്ടവരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, വളരെ പ്രാധാന്യമായിരിക്കുന്ന ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ്. ആ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യമാണ് അമേരിക്കൻ പ്രസിഡന്റും അങ്ങനെ തന്നെയാണ്. ആ ചടങ്ങിലേക്ക് ഇങ്ങനെ വെടിവെപ്പ് നടത്താൻ വേണ്ടി ഒരാൾക്ക് സാധിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടിൽ കാണുന്നു. പ്രതിയെ വെടിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രതിയെ കൊന്നതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രതിക്ക് സാധിച്ചിട്ടില്ല. ഹോട്ടലിൻ്റെ പുറത്ത് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ നടത്തുന്ന സമയത്ത്, സ്കാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈവശത്തിൽ തോക്ക് ഉള്ളത് കാണാൻ വേണ്ടി സാധിച്ചു. സ്ക്രീനിൽ കണ്ടു എന്നാണ്, തെളിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഈ പ്രതിയായിരിക്കുന്ന ആൾ തോക്കെടുക്കുന്നു, വെടിവെക്കുന്നു, അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥന് വെടികൊള്ളുന്നു. അങ്ങനെ 8 റൗണ്ട് വെടിവെക്കുന്നു. ഈ വെടിയണ്ടിൻ്റെ വെടിയൊച്ചയുടെ ഒച്ച അകത്തേക്ക് കേൾക്കുന്നു. ആളുകൾ പരിഭ്രാന്തമാകുന്നു. അങ്ങനെയാണ് ഇവിടെ അകത്തേക്ക് കയറുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ, അത് എന്തൊക്കെയാണ് സംഭവം എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം പുറത്തു വരാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തോടൊപ്പം വേറെ ആൾക്കാർ ഉണ്ട് എന്ന് സംശയിക്കുന്നു. വേറെ ആൾക്കാർ ഹാളിനകത്തുണ്ടോ എന്നുള്ള സംശയം അങ്ങനെയും ജനിപ്പിക്കുന്നു. അതോടുകൂടിയാണ് പരിഭ്രാന്തി ഉണ്ടാകുന്നത്. ഈ പരിഭ്രാന്തിയോടനുബന്ധിച്ച് പിന്നീട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രസിഡന്റ് അടക്കമുള്ള ഉന്നതർ മേശക്കടിയിൽ അഭയം തേടി. ആ മേശ ഉള്ളതുകൊണ്ട് ഭാഗ്യമായി എന്നുള്ളത്. ചില സമയത്ത് മേശയും വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നുള്ള ഉറപ്പാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് വെടി വെച്ചാൽ കൊള്ളാതിരിക്കുന്ന ഒരു സ്ഥിതിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ മേശക്കടിയിൽ അഭയം തേടി. കുട്ടികളൊക്കെ ഒളിച്ചിരിക്കുന്ന രീതിയിലാണ് അവർ ഒളിച്ചിരുന്നത് എന്ന് ചുരുക്കം. ഇത്രയേ ഉള്ളൂ ഒരു പ്രസിഡന്റുമാരുടെയൊക്കെ കാര്യം. വലിയ അമേരിക്കൻ പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മളല്ല നമ്മുടെ ജീവനെ സംരക്ഷിക്കേണ്ടത് മറ്റുള്ളവരാണ്. അവർക്ക് പാളിച്ചുകൾ ഉണ്ടാകുന്ന സമയത്ത് ശത്രു ഉള്ളിൽ കൂടെ കയറും. അങ്ങനെ വലിയ സംഭവം ഉണ്ടായി. അമേരിക്കൻ പ്രസിഡന്റിനെ വെടിവെച്ച് കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഏതായാലും ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല അപ്പാടെ പൊളിഞ്ഞു വീണു. ലോകം അതിശയിച്ചു, അമ്പരന്നു. ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് പിന്നീട് ലോകം ചോദിച്ചത്. ആൾക്കൂട്ടത്തിനിടയിൽ ഇതിന് മുൻപ് വധശ്രമം ഉണ്ടായിട്ടുണ്ട് ട്രംപിന് നേരെ. ആൾക്കൂട്ടത്തിനിടയിൽ പല ഘട്ടത്തിലായിട്ട് വധശ്രമം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ പരിപാടിയിൽ ഇത്തരം സംഭവം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. കാരണം പബ്ലിക് പരിപാടി, ആൾക്കൂട്ടത്തിനിടയിലുള്ള പരിപാടിയും മറ്റ് സ്വകാര്യ പരിപാടിയും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ആൾക്കൂട്ടത്തിലെ പരിപാടി പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്തൊക്കെ പ്രചരണം നടത്തുന്ന സമയത്ത് വലിയ സുരക്ഷാ സംവിധാനം ഉണ്ടാകും. ഓപ്പണായിട്ടാണ് ഈ പരിപാടികളൊക്കെ നടത്താറുള്ളത്. നമുക്കറിയാമല്ലോ. ഒരു ഇലക്ഷൻ പ്രചരണത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്ന ഇലക്ഷൻ പ്രചരണത്തിൽ വലിയ സുരക്ഷാ സംവിധാനത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ബോർഡൊക്കെ വെച്ചിട്ട് CM എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അല്ല, സാധാരണ രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവ് അങ്ങനെ തന്നെയാണ് വരിക. അപ്പോൾ അവർ വന്നിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു, ജനങ്ങൾ കൈ കൊടുക്കുന്നു, അങ്ങനെ ജനങ്ങളുമായിട്ട് ഇടവേകുന്ന ഒരു രീതിയാണ് സാധാരണഗതിയിൽ കേരളത്തിൽ കാണാറുള്ളത്. ഇന്ത്യയിലും അങ്ങനെയാണ്, അമേരിക്കയിലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായ രീതിയിൽ നടക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഗുണമുണ്ട്, അതിൻ്റെയൊക്കെ വലിയ ദോഷമുണ്ട്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് അങ്ങനെയാണ്. ഒരു സാധാരണക്കാരായിരിക്കുന്ന ഒരു പെണ്ണാണ് ബൊക്കെ നൽകുന്നത്, ബൊക്കെയാണ് പൊട്ടിത്തെറിക്കുന്നത്. അത് സുരക്ഷാ സംവിധാന മതിൽക്കെട്ടുകളെല്ലാം തകർന്നുകൊണ്ടാണ്, അല്ലെ തകർത്തുകൊണ്ട് എന്നൊക്കെ പറയാം. അതായത് ഇങ്ങോട്ട് ആ സ്ത്രീയെ പ്രവേശിപ്പിക്കരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ രാജീവ് ഗാന്ധിയോട് പല ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുരക്ഷയ്ക്ക് വലിയ വിഷയമുണ്ട്, ഭീഷണി ഉണ്ടോ എന്ന് സംശയമുണ്ട്. അന്നൊക്കെ LTTയിലെ തമിഴ് പുലികൾ അങ്ങനെ ചീറിപ്പാഞ്ഞ് തളച്ചു മറിയുന്ന സമയമാണ്.
അവരുടെ ഭീഷണി ഉണ്ട്. അതുകൊണ്ട് തമിഴ്നാടും ശ്രീലങ്കയൊക്കെ അടുത്തിരിക്കുന്ന ബന്ധമാണ്. രണ്ടു കൂട്ടരും സംസാരിക്കുന്നത് തമിഴ് ഭാഷയാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും വരവുകളും ഉണ്ട്. ശ്രീലങ്കക്കാർ ഇങ്ങോട്ട് ശ്രീലങ്കയിലെ തമിഴ് പുലികൾ ഇങ്ങോട്ട് വരാറുണ്ട്, ഇവർ അങ്ങോട്ട് പോകാറുണ്ട്. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യമുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്നതിനാൽ തങ്ങൾ തടയുന്നു എന്ന് പറയുന്ന സമയത്ത് രാജീവ് ഗാന്ധിയാണ് പറഞ്ഞത് തടയരുത്, അങ്ങോട്ട് അവളിങ്ങോട്ട് കടത്തി വിട്ടു. സ്ത്രീയെ കടത്തി വിടാൻ വേണ്ടി പറഞ്ഞു. അതാണ് ചാവറായിട്ട് പൊട്ടിത്തെറിച്ച് നമുക്കറിയാവുന്നതാണ്. ഭീതിയും പരിഭ്രാന്തി പരന്ന ഏറ്റവും വലിയ സംഭവമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ ഈ വാഷിങ്ടൺ DC നടന്നത്. ഇനി നമുക്ക് നോക്കാം ഇതിന് മുമ്പ് നടത്തിയിരിക്കുന്ന വധശ്രമമായിട്ട് ബന്ധപ്പെട്ട് 2024 ജൂലൈ 13 പെൻസിൽവാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ സ്ഥാനാർത്ഥി, അന്ന് സ്ഥാനാർത്ഥിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയൊക്കെ ട്രംപിന് നേരെ വെടിവെപ്പ് നടത്തി. തലക്കാ വെടിവെച്ചത് കൊണ്ടത് ചെവിക്കാണ്. മഹാഭാഗ്യത്തിന് അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് ഫ്ലോറിഡയിൽ 2024 സെപ്റ്റംബർ 15, അതേ വർഷം തന്നെ ജൂലൈ കഴിഞ്ഞ് സെപ്റ്റംബർ 15 ഗോൾഫ് കളിക്കുമ്പോൾ കുറ്റിക്കാട്ടിൽ തോക്കുമായി ഒളിച്ചിരുന്ന പ്രതിയെ അപ്രതീക്ഷിതമായ രീതിയിൽ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. വല്ല കാരണവശാലോ പിടികൂടിയിട്ടില്ലായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും വെടികൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ളിലേക്ക് എങ്ങനെ പ്രവേശിച്ചു, എങ്ങനെ എത്തി, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വിവരം പുറത്തു വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ പെൻസിൽവാനിയയിൽ നടന്നിരിക്കുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല. അവിടെ പെൻസിൽവാനിയ സംഭവം നടക്കുന്ന സമയത്ത് ഈ ട്രംപ് ആരോപിച്ചത് ഇറാൻ ഇതിൻ്റെ പിന്നിലുണ്ട് ഞങ്ങൾ സംശയിക്കുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇറാൻ അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നീടാണ് വാഷിങ്ടൺ DC 2026 ഓഗസ്റ്റ്, അതായത് ഇന്നലെ സംഭവം, അതായത് 3 പ്രാവശ്യമായി അതിശക്തമായിരിക്കുന്ന സുരക്ഷാ വലയം പൊട്ടിച്ചുകൊണ്ടാണ് ഈ പറയപ്പെട്ട പ്രതികൾ, മൂന്ന് പ്രതികളാണ് ഈ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് എന്നുള്ളത്. സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ സ്ഥലം വളയുകയും സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. സെലിബ്രിറ്റികൾ അടക്കമുള്ള എല്ലാ ആളുകളും സുരക്ഷിതരാണ്. പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അവസാനിച്ചു. പരിപാടി തുടരണമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നിർദ്ദേശം നൽകി. എന്നാൽ പരിപാടി തുടരാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രതിയെ പുറത്തുനിന്ന് പിടികൂടി. അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. എന്നാൽ തോക്കുള്ള ഏതെങ്കിലും പ്രതികൾ ആളിൻ്റെ അകത്തുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ പിന്നീട് കാര്യങ്ങൾ പോയി. വല്ലാത്തൊരു വെപ്രാളായി. അതുകൊണ്ട് തന്നെ ആരും അവിടെ നിന്നിട്ടില്ല. പരിപാടി കാര്യം ഈ ഒരാൾ മാത്രമേ ഉള്ളൂ, കൂടുതൽ ആളുകളുണ്ടോ എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിന്നു. സംശയങ്ങളുണ്ടായി. എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായി. അപ്പോൾ പിന്നെ ഒരു തീരുമാനത്തിൽ പരിപാടി പിരിച്ചുവിടുക എന്നുള്ളത്. അങ്ങനെ പരിപാടി നടന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. എന്നാൽ ചെറിയ ചടങ്ങുകൾ അതിന് ശേഷം കുറച്ച് നടന്നതായിരിക്കുന്ന വിവരങ്ങളും പുറത്ത് വരുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഭീതിയോട് കൂടിയിട്ടാണ് ഹാളിലിരിക്കുന്നവർ സ്റ്റേജിലുള്ളവരെ കാണുന്നത്, സ്റ്റേജിലുള്ളവർ ഹാളിലുള്ളവരെ കാണുന്നത്. ഇതിലേതായിരിക്കും നമ്മുടെ കാലൻ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരുന്നത്. കാര്യം ഉള്ളിലേക്ക് വേറെ ഏതെങ്കിലും പ്രതികൾ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ അവരെ അമ്പരപ്പിച്ചിരിക്കുക. ഏതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിൽ ഇത്രയും വലിയ സൈനികപരമായിരിക്കുന്ന ശക്തിയും ബലവും ഉണ്ടായിട്ടും സുരക്ഷിതനല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ യഥാർത്ഥത്തിൽ വാഷിങ്ടൺ DC നടന്നത് എന്ന് ചുരുക്കം.